ഇതെന്ത് പറ്റി, ഒന്നിനും കല്യാണവും വേണ്ട, ഒരു റൊമാൻസും വേണ്ട, ഒന്നിനോടൊരു താല്പര്യമില്ല എന്ന് പരിതപിക്കുന്നവരറിയാൻ ഇത് വെറും ഒരു മാറ്റമല്ല, ലോകം മുഴുവൻ പടരുന്ന ഒരു നിശബ്ദ വിപ്ലവമാണെന്ന് വേണമെങ്കിൽ പറയാം. ദക്ഷിണ കൊറിയയിൽ തുടങ്ങി ഇന്ന് ആഗോള തലത്തിൽ ചർച്ചയായിരിക്കുന്ന 4V മൂവ്മെന്റ് അഥവാ 4 നോകളുടെ കഥ, അതാണ് 4V മൂവ്മെന്റ്. ഇതിന്റെ അടിസ്ഥാനം വളരെ ലളിതമാണെങ്കിലും ഒരു വിപ്ലവാത്മകമായ ഒന്നാണ്. ഇത് 4 നോകളെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് നോ മാരേജ്, ഒന്ന് നോ ചൈൽഡ് ബർത്ത്, മറ്റൊന്ന് നോ ഡേറ്റിംഗ് ആൻഡ് നോ സെക്ഷുവൽ റിലേഷൻഷിപ്പ്. അതെ, വേണ്ട എന്ന് സ്ത്രീകൾ പറയുന്നു പുരുഷന്മാരുമായിട്ടുള്ള എല്ലാ തരം ബന്ധങ്ങളെയും. അതാണ് ബേസിക്കലി 4B മൂവ്മെന്റ്. ഇത് എവിടെ തുടങ്ങിയെന്ന് നോക്കാം. 2016 എസ്കേപ്പ് ദ കോൺസെപ്റ്റ് എന്ന് പറയുന്ന സമരങ്ങൾ അല്ലെങ്കിൽ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിന്റെ ഒക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. മുടി മുറിച്ചുകൊണ്ടും മേക്കപ്പ് ഉപേക്ഷിച്ചുകൊണ്ടും സമൂഹത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങളെ കാറ്റിൽ പറത്തിയും സ്ത്രീകൾ തെരുവിലേക്ക് ഇറങ്ങുകയുണ്ടായി. ടോക്സിക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനൊപ്പം പുരുഷ ആധിപത്യ വ്യവസ്ഥയോട് ഒക്കെയുള്ള ഒരു എന്താ പറയുക, ഒരു പ്രതിഷേധം എന്ന പോലെയായിരുന്നു ഈ ഒരു മൂവ്മെന്റ് തുടങ്ങിയത്. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും സ്ത്രീകളുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് തീരുമാനിക്കപ്പെടുന്നുണ്ട്. അതായത് ലോകമെമ്പാടും സ്ത്രീകളുടെ സൗന്ദര്യവർദ്ധക സാധനങ്ങൾക്ക് ഒരു വലിയ മാർക്കറ്റാണുള്ളത്. ഇത് ബേസിക്കലി ഒരു കൺസ്യൂമറിസത്തെ സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ ഒരു പാട്രിയാർക്കൽ സെറ്റപ്പ് സ്ത്രീകളുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തതിന് കാരണമൊക്കെ ആയതുകൊണ്ട് ഈ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് എതിരെ നിൽക്കുക എന്നൊരു രീതിയാണ് ഇതിനുണ്ടായത്. അങ്ങനെയാണ് ഈ മൂവ്മെന്റിന്റെ ആദ്യൊരു ഫേസ് വരുന്നത്. പിന്നീടാണ് കൂടുതൽ ശക്തമായ മീറ്റുകളൊക്കെ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഐഡിയോളജി കൂടുതൽ ശക്തി പ്രാപിക്കുകയായിരുന്നു. ഇതിൽ പറയുന്ന ഏറ്റവും വലിയ കാര്യം സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഹിഡൻ ക്യാമറകൾ ഒളിപ്പിച്ചു വെച്ച് സ്ത്രീകളുടെ ചിത്രങ്ങൾ പകർത്തുന്നതും അതേപോലെ മറ്റ് ഡിജിറ്റൽ സെക്സ് കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നത് കൊണ്ടാണ് ആദ്യമായി ഇതൊരു മുൻനിരയിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ സ്ത്രീകൾ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന അസമത്വം, ഇനീക്വാളിറ്റിയും വേതനത്തിലെ വ്യത്യാസവും വിവേചനവും സ്ത്രീകളെ ഇത്തരത്തിൽ മാറി ചിന്തിക്കുന്നതിനൊരു കാരണമായി. വിവാഹശേഷം അമിതമായി ജോലി എടുക്കേണ്ടി വരുന്നതും വീട്ടുജോലികളും കുട്ടികളുടെ ഉത്തരവാദിത്വവും സ്ത്രീകളുടെ മാത്രം ചുമതലയാകുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഇതും സ്ത്രീകളെ പുരുഷന്മാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് ഒരു കാരണമായാണ് ഇവർ കാണുന്നത്. അതായത് സ്ത്രീകളുടെ സേഫ്റ്റിക്ക് വേണ്ട പല കാര്യങ്ങളും ചെയ്യാത്ത ഈ സമൂഹം അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന് എതിരെ അല്ലെങ്കിൽ ആ സിസ്റ്റം നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്നതിനോടെല്ലാം നോ പറയുക എന്നാണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഇതൊരു പുരുഷവിരുദ്ധ പോരാട്ടമായിട്ടല്ല കണക്കാക്കുന്നത്, മറിച്ച് സ്ത്രീകളെ 2ാം തരം പൗരന്മാരായി കണക്കിലാക്കുന്ന പാട്രിയാർക്കൽ സിസ്റ്റത്തോടുള്ള ഒരു പ്രതിഷേധം മാത്രമാണിത്. ഇതിന്റെ ഏറ്റവും വലിയൊരു റിസൾട്ട് എന്ന് പറയുന്നത് കൊറിയയിലെ ജനന നിരക്ക് കുത്തനെ കുറയാൻ ഈ മൂവ്മെന്റ് കാരണമായി എന്നതാണ്. നല്ലൊരു റിലേഷൻഷിപ്പിലും അതേപോലെ തന്നെ പാരന്റിങ്ങിലും പുരുഷന്മാർ തുല്യമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത പക്ഷം ഈ നോകൾ ഇനിയും അടുത്ത കാലങ്ങളിൽ കരുത്താർജിക്കാനാണ് സാധ്യത. കേരളത്തിലും ഇതിന്റെ അലയൊലികൾ ഇങ്ങനെ മുഴങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ ഒരു സമൂഹം വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ ഇത്തരം മൂവ്മെന്റുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ആളുകളിലേക്ക് ആഴ്ന്ന് ഇറങ്ങുകയും ചെയ്യുമെന്നതിൽ ഒരു സംശയവുമില്ല.